നമസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന കേസിലെ പ്രധാന പ്രതി സിൻജോ ജോൺസൺ പിടിയിലായിരിക്കുന്നു. സിൻജോ ജോൺസനെ പൊക്കിയത് കൊല്ലം ഓടനാവട്ടത്തു നിന്നാണ്. കാശിനാഥൻ എന്ന മറ്റൊരു പ്രതി കൂടി പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്ത 18 പേരിൽ 13 പേരും പിടിയിലാവുകയോ കീഴടങ്ങുകയോ ചെയ്തിരിക്കുന്നു. 5 പേരെയാണ് ഇനി കിട്ടാനുള്ളത്. എന്നാൽ ഏതാണ്ട് 31ഓളം സഹപാഠികൾ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചവരുടെ ലിസ്റ്റിൽ ഉണ്ട്. അവരൊക്കെ പിടികൂടപ്പെടുക തന്നെ ചെയ്യണം. അവരിൽ മിക്കവരെയും കോളേജ് മാനേജ്മെന്റ് നിൽക്കക്കള്ളിയില്ലാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 3 വർഷത്തേക്ക് ഒരു സർവകലാശാലയിലും പഠിക്കാൻ കഴിയാത്ത വിധത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസും BJPയും ഒക്കെ തെരഞ്ഞെടുപ്പ് ലാക്കാക്കി കളത്തിലിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സമരരംഗത്താണ്. വലിയ തോതിലുള്ള പ്രതിഷേധം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നു. SFIയെ ക്രിമിനൽ സംഘമെന്ന് പലതവണ വിശേഷിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും വിശേഷിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ പറഞ്ഞത് ശരിവയ്ക്കുന്ന ഒരു തെളിവ് കൂടി കിട്ടിയത് കൊണ്ട് സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ച് പിന്തുണ കൊടുത്തിരിക്കുന്നു. വിശദമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കാത്തിരിക്കുന്നു. സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയിട്ട് അവനെ SFIക്കാരനാക്കി കൈ കഴുകാനുള്ള CPMന്റെ ശ്രമം സ്വയം ഇളിഭ്യതയിലേക്ക് വഴിതെളിച്ചതോടെ വീടിന് പരിസരത്തെ ആ പോസ്റ്റർ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം KSUക്കാരും BJPക്കാരും വെച്ചിരിക്കുന്ന കൊന്നത് SFIക്കാരാണ് എന്ന പോസ്റ്ററാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ന്യായീകരിക്കാൻ രംഗത്ത് വന്നവരൊക്കെ മുങ്ങിയിരിക്കുന്നു. ബുദ്ധിജീവികൾ ഇപ്പോഴും മൗനം പാലിക്കുന്നു. T. പത്മനാഭൻ മാത്രം ഇന്നലെ ഒരു ചടങ്ങിൽ വെച്ച് അതിശക്തമായി പ്രതിഷേധിച്ചു. പൊതുവെ എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് SFIക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ CPMകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ വേദനയോടുകൂടി ചാടിയിറങ്ങുന്ന സോഷ്യൽ മീഡിയയിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ അടക്കം സാംസ്കാരിക നായകർ ഇപ്പോഴും മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിഞ്ഞിരുന്ന് ഈ ദുരന്തം ആസ്വദിക്കുന്നു. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൻ്റെ പ്രധാന ഉത്തരവാദി ഡോക്ടർ MK നാരായണൻ എന്ന സർവകലാശാലയുടെ ഡീനാണ്. ഈ ഡീനിൻ്റെ മൗനസമ്മതത്തോടെയാണ് ഈ വൃത്തികേടുകളെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൊലപാതകത്തിലെത്തിയത്. ഹോസ്റ്റൽ വാർഡൻ കൂടിയാണ് നാരായണൻ എന്ന ഡീൻ എന്ന് ഓർക്കണം. അദ്ദേഹം താമസിക്കുന്നത് ഹോസ്റ്റലിനടുത്താണ്. അവിടെയാണ് 4 ദിവസം തുടർച്ചയായി വിചാരണ നടത്തി ബെൽറ്റിനടിച്ച് സിദ്ധാർത്ഥിനെ കൊന്നത്. പക്ഷെ നാരായണൻ പറയുന്നത് താനിതറിയുന്നത് പത്രത്തിലൂടെയാണ് എന്നാണ്. വിദ്യാർത്ഥികൾ ഇവിടെ വിശ്വാസമില്ലാത്തതുകൊണ്ട് UGCയുടെ ആന്റി റാഗിംഗ് കമ്മിറ്റിയിൽ പരാതിപ്പെട്ടപ്പോൾ UGC വിശദീകരണം ചോദിച്ചപ്പോൾ മാത്രമാണത്രേ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നാരായണൻ അറിയുന്നത്. അതുതന്നെ നാരായണനാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ചുക്കാൻ പിടിച്ചത് എന്നതിന് തെളിവാണ്. പോലീസ് സംരക്ഷണയിൽ സിദ്ധാർത്ഥിൻ്റെ പിതാവിനെ സന്ദർശിച്ചതുകൊണ്ടൊന്നും നാരായണൻ്റെ കൈകളിലെ ചോരക്കറ മായുകയില്ല. ഈ നാരായണനെതിരെ മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സർവകലാശാല ക്യാമ്പസിലെ സുഖകരമായ ആഡംബര വസതിക്കൊപ്പം അത് സമ്പൂർണ്ണമായി സൗജന്യമാണ്. മുമ്പ് അദ്ദേഹം മൃഗാശുപത്രിയുടെ ഡോക്ടറായി താമസിച്ചിരുന്നപ്പോൾ കൈവശം വെച്ചിരുന്ന വസതിയും വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് ആരോപണം. തൃശ്ശൂരിലെ കൊക്കാല മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ വസതി ഇപ്പോഴും നാരായണന്റെ കസ്റ്റഡിയിൽ ആണ് എന്ന പരാതി കൈകാര്യം ചെയ്യാൻ മന്ത്രി ചിഞ്ചു റാണിക്ക് തൻ്റെ ഇടമില്ലാതെ പോയി. അതിനിടയിൽ കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പണ്ട് മുതലേ നടക്കുന്ന ഷട്ടിൽ കോർട്ട് വിചാരണയ്ക്കാണ് സിദ്ധാർത്ഥ് വിധേയനായതെന്നും കോളേജിൽ ഏതാണ്ട് 150ഓളം കുട്ടികൾ സാക്ഷികളായിരുന്നെന്നും ഉറങ്ങിക്കിടന്നവരെ പോലും വിളിച്ചിറക്കി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ കൊലപാതകികൾ നേതൃത്വം കൊടുത്തെന്നും, അതായത് താല്പര്യമില്ലാത്തവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. പ്രതിയായാൽ എല്ലാവരും പ്രതിയാവുക എന്ന ലക്ഷ്യത്തോടെ സകലരെ കൊണ്ടും മർദ്ദിപ്പിച്ചു. താല്പര്യമില്ലാത്തവരെ ഭയപ്പെടുത്തി മർദ്ദിപ്പിച്ചു. നഗ്നനാക്കി കൈകാലുകൾ കെട്ടിയിട്ട് മണിക്കൂറുകളോളം ഷട്ടിൽ കോർട്ട് വിചാരണ പൂർത്തിയാക്കിയിട്ട് വാട്ടർ ടാങ്കിന് സമീപത്തും പാറപ്പുറത്തുമൊക്കെ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും, ഏതെല്ലാം തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാമോ അത്രയും തരത്തിൽ മർദ്ദിച്ചെന്നും വ്യക്തമാകുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത ശക്തമാണ്. സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണ് എന്ന് സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SFIക്ക് ഒരു പങ്കുമില്ല എന്ന് മന്ത്രിമാർ പോലും പറയുന്നത് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു പക്ഷേ സാക്ഷികളായി ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്
വടക്കേ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ആവാം, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവരാവാം. അവരുടെ പരാതിയുടെ പുറത്തായിരിക്കാം FIR ഇട്ടിരിക്കുന്നത്. FIR വായിച്ചു കേട്ടു ബോധ്യപ്പെടുത്തി എന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവാം. കോടതിയിൽ ചെല്ലുമ്പോൾ മലയാളം വായിക്കാനും എഴുതാനും അറിയാത്തവർ എങ്ങനെ വായിച്ചു എന്ന സാങ്കേതിക പ്രശ്നം ഉയർത്തിയെന്ന് വരാം. എല്ലാ അർത്ഥത്തിലും ഈ കൊലയാളികളെ സംരക്ഷിക്കാനുള്ളതെല്ലാം ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഈ കുട്ടിയുടെ കൊലപാതകികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം SFI ആണ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് അവരെ ഊരിയെടുക്കാനേ ശ്രമിക്കൂ. അതുകൊണ്ട് അന്വേഷണം CBIക്ക് വിടണമെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ പരിശ്രമിച്ചില്ലെങ്കിൽ, സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ കോടതിയിൽ പോയില്ലെങ്കിൽ മകനെ ശിക്ഷിച്ചവർ ഞെളിഞ്ഞ് ഇതിലെ ഡോക്ടറായി നാളെ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം നീച മനസ്സുള്ളവരാണ് ഈ SFI ക്രിമിനലുകൾ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നേതാവായ രാജാവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ കരിങ്കൊടി കാട്ടിയ ജനാധിപത്യ പ്രക്ഷോഭകരെ അതിക്രൂരമായി ഹെൽമറ്റ് കൊണ്ടും ചുടുകെട്ട് കൊണ്ടും തല്ലി തല പൊളിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെയും പോലീസിനെയും ഇറക്കിയ ഒരു ഭരണാധികാരിയെ മാതൃകയാക്കി ലഹരിക്ക് അടിമപ്പെട്ട ഈ ക്രിമിനൽ സംഘം അങ്ങേയറ്റം വരെ പോയാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവർ കണ്ടു പഠിക്കുന്നത് സംരക്ഷണ ഭിത്തി ഒരുക്കി നിൽക്കുന്ന അവരുടെ രാജാവിനെയാണ്. ആ രാജാവ് കൊല്ലുന്നവനെയും കൊന്നു തിന്നുന്നവനെയും വെട്ടി തല പൊട്ടിക്കുന്നവനെയും അടിച്ചു മുതുവൊടിക്കുന്നവനെയും ഒക്കെ ആരാധിക്കുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്തെങ്കിൽ മാത്രമേ നാളെ മന്ത്രിയാവാൻ കഴിയൂ, നേതാവാകാൻ കഴിയൂ. നാളെ അത് ചെയ്തെങ്കിൽ മാത്രമേ സർക്കാർ ഉദ്യോഗം കിട്ടൂ, അത് ചെയ്തെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടൂ എന്ന് കരുതി 20 21 വയസ്സ് മാത്രം പ്രായമുള്ള ലഹരിക്കടിമപ്പെട്ട ഒരു കൂട്ടം അടിമകൾ, അടിമ കുരങ്ങന്മാർ, അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അല്ലെങ്കിൽ നോക്കൂ, ഇവരുടെ കാഞ്ഞ ബുദ്ധിയുടെ ഭീകരതയാണ് ഇന്നലെ പുറത്തു വന്ന ആ കത്ത്. കൊല്ലപ്പെട്ടതിന് ശേഷം, അടിച്ചു കൊന്നതിന് ശേഷം, കൊന്ന് കെട്ടിത്തൂക്കിയതിന് ശേഷം അവനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പേരിൽ അവന്റെ പേരിൽ പരാതി കൊടുക്കുക, സിദ്ധാർത്ഥിന്റെ പേരിൽ. എന്നാണ് പരാതി കൊടുത്തത്? 18-ാം തീയതി വൈകുന്നേരം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പരാതി കൈപ്പറ്റിയതായി അവർ പറയുന്നത് 19-ാം തീയതി. കൊന്നതോ 18-ാം തീയതി രാവിലെ. 18-ാം തീയതി രാവിലെ കൊന്നു തള്ളിയതിന് ശേഷം കൈവിട്ടു പോവാതിരിക്കാൻ, ഇത് കൈവിട്ടു പോയാൽ കേസായാൽ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ, ആത്മഹത്യ ചെയ്യാൻ കാരണമെന്തേ എന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ അകത്താകുമെന്ന് ഭയന്നിട്ടാണ് എന്ന് വ്യക്തമാക്കാൻ ഒരു പെൺകുട്ടിയുടെ പേരിൽ വ്യാജ പരാതി കൊടുത്ത നികൃഷ്ട ജന്മങ്ങളാണിവർ. ആ പരാതി ആദ്യം കൈപ്പറ്റുമ്പോൾ പരാതിക്കാരുടെ പേരില്ല, ബാച്ചിനെയും ഇല്ല, അതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ്. ആ കുട്ടി പറയുന്നു താനിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ലെന്ന്. പിന്നെ അവകാശിയെ കൊണ്ടുവരികയാണ്. ഒരാളെ അതിനീചമായി ഇഞ്ചിഞ്ചായി അടിച്ചും ചവിട്ടിയും കുത്തിയും കൊന്നതിന് ശേഷം അവനെ കെട്ടിത്തൂക്കിയിട്ട് അവനെതിരെ പരാതി കൊടുക്കാൻ ഒരു പെൺകുട്ടിക്ക് ഇറക്കണമെങ്കിൽ ഉളുപ്പല്ല, മര്യാദയുടെ അംശമെങ്കിലും ഉള്ളവർക്ക് സാധിക്കുമോ? സാധിക്കില്ല. അത്തരം നീചവർഗങ്ങളാണിവർ, എന്തും ചെയ്യുന്ന നികൃഷ്ട ജന്മങ്ങളാണിവർ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് മുഴുവൻ അട്ടിമറിക്കും. ഇത് ഒരാൾ മാത്രമല്ല, തല്ലിക്കൊന്നവർ മാത്രമല്ല, ഇത് കഴിഞ്ഞ കുറെ കാലമായി ഈ യൂണിവേഴ്സിറ്റിയെയും കേരളത്തിലെ സകല ക്യാമ്പസുകളെയും ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്, ദുർഭൂതമാണ്. SFI എന്ന ഭീകര സംഘടനയാണ്. PFIയേക്കാൾ ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. ആ സംഘടന കൊന്നു തിന്നുന്നവരെയും മർദ്ദിച്ചവശരാക്കുന്നവരെയും മാത്രം ആദരിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ വൃത്തികെട്ട പ്രസ്ഥാനത്തെ നിരോധിക്കുകയല്ലാതെ ഈ നാടിന് രക്ഷയില്ല. ഈ ക്യാമ്പസുകളിൽ ഒരു വിദ്യാർത്ഥിക്കും രക്ഷയില്ല. നിങ്ങളുടെയും എന്റെയും കുട്ടികൾ ഈ ക്യാമ്പസുകളിൽ പഠിക്കണമെങ്കിൽ എങ്ങനെ ഊരുറപ്പിച്ചു വിടും? അവരിതിനെ സർവാധിപത്യത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അതിനെതിരെ നിൽക്കുന്നവരെ അവർ കൊന്ന് വെട്ടി നുറുക്കി തിന്നുകയാണ്.